ഹലോ, വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. ഓണം, തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ അന്നത്തെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ. മുടി കണ്ടിട്ട് എൻ്റെ മുടി എത്രയും വെട്ടിക്കളഞ്ഞു പോകുന്നല്ലേ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ ചെറിയ കുഞ്ഞൊരു വ്ലോഗാക്കാം എന്ന് വിചാരിച്ചു. ഭയങ്കര ഓണം കാര്യങ്ങളും സെലിബ്രേഷൻസൊന്നും അല്ല, അത്തോടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്താ എണീറ്റ് വന്ന് ലേറ്റായി, 7:30 ആയി. ഇപ്പോൾ 7:15 ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മെയിൻ ഫുഡാണ് ഓണം എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് എല്ലാവർക്കും സദ്യ ആയിരിക്കുമല്ലോ മെയിൻ. പിന്നെ അത്തം കാര്യങ്ങളൊന്നും അങ്ങനെ പണിപ്പെടാറില്ല, കാരണം ഞാനും അവന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങമാതിരി പണിപ്പെടലുകൾ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുളിച്ചു, കുളിച്ചു. എന്നിട്ടേ പുതിയ ഓണക്കോടി പുറത്തിടുന്നല്ലേ, വീട്ടിൽ നമ്മൾ ഓണക്കോടി ആയിരിക്കില്ലേ, അതെടുത്തിട്ടു. എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇനി. അപ്പോൾ അവൻ എണീറ്റിട്ടില്ല, അവൻ രാവിലെ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നു. സോ ഇങ്ങനെ വെച്ചു വൈകിട്ട് പോകാമെന്ന്, കാരണം എന്തായാലും ഇന്ന് കുറച്ചധികം പണികളുണ്ട്. അപ്പം ഞാനും അവനും കൂടെ വൈകിട്ട് ഒരു സെക്ഷനും കൂടെ പോകും. അവനൊന്ന് രാവിലെ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അപ്പം അങ്ങോട്ട് അവൻ പോവും. നിൽക്കുന്നു. അപ്പോൾ നമുക്ക് രാവിലെ പണി തുടങ്ങാം. ഓക്കെ, ഞാൻ ദോശ, ഇഡ്ഡലി ദോശയ്ക്ക് ഉള്ള സംഭവം അരയ്ക്കാൻ ഇന്നലെ വച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായി നോക്കാം. അതിനൊക്കെ പാടായിരുന്നു. എനിക്കങ്ങനെ സാധാരണ എപ്പോഴും പൊങ്ങി കിട്ടാറൊന്നുമില്ല, ഇന്ന് പൊങ്ങി കിട്ടിയോ നോക്കാം. പെർഫെക്റ്റ്, പക്കായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഓറി കിടന്ന് വിളിക്കുന്ന കേട്ടോ. ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഇഡലിക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കലക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പിടുക കേട്ടോ. ബട്ട് ഞാൻ വലിയ കാര്യത്തിൽ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടത് കുറച്ച് കുറഞ്ഞു പോയായിരുന്നു ഉപ്പ്. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇഡലിക്കുള്ളത് കലക്കുവാണ്. എനിക്ക് രാവിലെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും ഇഡലിക്ക് പെർഫെക്റ്റായിട്ട് വരാറില്ല ആട്ടുമ്പോഴത്തേക്ക്. എനിക്ക് കറക്റ്റ് പക്കായിട്ട് പറഞ്ഞ് ആട്ടാനും അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ കണക്കൂട്ടലാണ് ഞാൻ ആട്ടുന്നത്. അപ്പം പൊങ്ങി വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രാമയുടെ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും കുഞ്ഞു ഷോർട്ട് എക്സ്പ്ലനേഷൻ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും മറ്റേ ഉപ്പും മുളകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കൊറിയൻ സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ കാണുവാണ് കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിനുള്ളത് തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിനല്ല, ഇന്നത്തേക്ക് ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും തലേന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് സവാള മാത്രം കട്ട് ചെയ്ത് വെച്ചില്ല. അങ്ങനെ സാമ്പാറിലിടാനുള്ള സവാള കട്ട് ചെയ്യുകയാണ്. അതിനുള്ള പരിപ്പ് നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വച്ചു. സവാള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്, അങ്ങനെ എനിക്ക് കൊറിയൻ സീരീസ് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഫുൾ കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീഡിയോസ് കേട്ടുകൊണ്ട് നിൽക്കും. ഒറ്റയ്ക്കാണെങ്കിൽ കിച്ചണിൽ. അവൻ ഉണ്ടെങ്കിൽ കേൾക്കാനൊന്നുമില്ല. അവൻ ഉണ്ടെങ്കിൽ ഞാനും അവനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഗോസിപ്സ് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം തന്നെ ചെറിയുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് കട്ട് ചെയ്തു. എന്നിട്ട് സാമ്പാറിനുള്ളതൊക്കെ നോക്കാം കേട്ടോ.
ഉരുളക്കിഴങ്ങും സവാള കട്ട് ചെയ്ത് വെക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്താണ് റീസൺ എന്ന് എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സവാള തലേദിവസമേ കട്ട് ചെയ്ത് വെച്ചില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് കറുത്ത് പോകും, അതുകൊണ്ട് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചില്ല. അന്നാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. പിന്നെ തക്കാളിയും മറ്റേ ഒരുമാതിരി വെള്ളം പോലെ ആയി പോകുന്നതുകൊണ്ട് ഞാൻ അതും കട്ട് ചെയ്ത് വെച്ചില്ല. ഇത്ര എനിക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ബാക്കി ഒരു കാര്യത്തിന് എനിക്കൊന്നും കട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതിൽ. അപ്പം കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഞങ്ങൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ, ഇത് ശേഷം കാപ്പി പിടിച്ചതിന് ശേഷം അമ്പലത്തിൽ പോയ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്നു. കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഈസി പീസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന കേട്ടോ. എനിക്ക് ഇങ്ങനെ പക്ക റെസിപ്പിയോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്നോ അങ്ങനെ കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഒരൊറ്റ വിസിൽ, ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാട്ടോ അടുപ്പിച്ചെടുത്തേ. കാരണം പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. എനിക്ക് ഞാൻ കുറേ ഈസി റെസിപ്പീസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാകുമ്പോഴത്തേക്ക് കോളേജിൽ പോകുമ്പോൾ വീട്ടിലേക്ക് എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ നല്ല എളുപ്പ വഴികളും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ എല്ലാം വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ ഇഡലിക്ക് വയ്ക്കുവാണ് കേട്ടോ. ഞാൻ എടുത്ത് മാവ് ഒഴിക്കുകയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് എന്താണെന്നറിയാൻ വയ്യ, ഓടി കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവം വരുന്നില്ല, എന്താ അറിയത്തില്ല. അങ്ങനെ ഇഡലിക്കൊക്കെ വച്ചു. എനിക്ക് ഇഡലിയേക്കാളും ഇഷ്ടം ദോശ കേട്ടോ. അവനെയാണ് ഇഡലി ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഡലിയും ദോശയും അത്ര ഇഷ്ടമില്ല. എന്നാൽ തമ്മിൽ ഭേദം എനിക്ക് ദോശയാണ് ഇഷ്ടം. എനിക്ക് പണ്ട് ഇഡലിയായിരുന്നു കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ദോശ ഇഷ്ടം. എനിക്ക് പണ്ട് അപ്പം ഇഷ്ടമേ ഇല്ലായിരുന്നു, പക്ഷെ അപ്പം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ നമുക്ക് ഓരോ ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലേവേഴ്സും ടേസ്റ്റും ഒക്കെ മാറി മാറി വരുമെന്ന്. പിന്നെ ഇന്നത്തേക്ക് ചിപ്സും ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ തലേന്ന്. അപ്പോൾ ഏകദേശം തിന്ന് ആ കുപ്പിയുടെ അടിഭാഗം വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു ഭയങ്കര കുറയ്ക്കുന്ന സാധനങ്ങൾ ഭയങ്കര ക്രൈസാണ് കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുറയ്ക്കാൻ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തക്കാളി അതിലിട്ട് വഴറ്റുകയാണ് കേട്ടോ. തക്കാളി വഴറ്റി അതിൻ്റെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ സാമ്പാറിലോട്ട് ആഡ് ചെയ്യുവാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും, ടേസ്റ്റും ആയിരിക്കും. ഞാൻ ഇട്ടില്ല, അവനങ്ങനെ മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതിന് പകരം ചട്നി അരച്ചപ്പോൾ ഇതിക്ക് ഞാൻ അതിനകത്ത് മല്ലിയിലിട്ട് അരച്ചു. അതെന്തായാലും എടുത്ത് മാറ്റൂലല്ലോ. അങ്ങനെ എനിക്ക് 2 ദോശ ഞാൻ ചുട്ടു, അവന് ഇഡലി ഉണ്ടാക്കി. എന്നാലും ഞാൻ ഒരു ദോശയും ഒരു ഇഡലിയുമാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവനെ പോയി വിളിച്ചത്. ഞാൻ വിചാരിച്ചൊന്ന് ഉറങ്ങട്ടെ. ഇന്നലെ ഇവിടെ ഏതോ തലവൻ സിനിമ എന്തോ കണ്ടുകൊണ്ട് കിടന്ന് അവൻ 3:30 ആയി അവൻ ഉറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചായയും ഇട്ടിട്ട് ഞാൻ അവനെ പോയി വിളിച്ചു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പാവമല്ലേ. അപ്പോൾ അതേ നമ്മുടെ ദോശ, ഇഡലി നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. ഇഡലി, നമ്മുടെ ചട്നി, സാമ്പാർ, ചായ റെഡിയായി. കോലമില്ലാത്ത കോലത്തിലാണ് ഇറങ്ങിയത്. നിങ്ങൾ നമ്മൾ ലേറ്റായി അമ്പലത്തിൽ പോകാൻ. ഞാൻ പോണില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് രാവിലെ. ബട്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പോകാൻ വിചാരിച്ചു. നമ്മൾ ലേറ്റായി, പോയിട്ട് വരാവാ. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ. പുലിയൂർക്കോട് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. സംഭവം നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശ്രീകൃഷ്ണനെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മൾ ഓടി ചെല്ലുന്നത് ശ്രീകൃഷ്ണൻ്റെ അടുത്താണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ നല്ല ഭംഗിയായിട്ട് അത്തോക്കി ഇട്ട് വെച്ചേക്കുന്നപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അങ്ങനെ ഞാനൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി. അപ്പം അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പാട്ടും ഈ വീഡിയോ ആയിട്ട് ഭയങ്കര സിങ്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് വരാമെന്നാണ് വച്ചത്. ബട്ട് വഴിയിൽ വേറൊരു സംഭവം നടന്നു. നമ്മൾ വരുന്ന വഴിക്ക് വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി വടംവലിയൊക്കെ കണ്ടു. അങ്ങനെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രൂപ്പിൻ്റെ അതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് നമ്മൾ
നേരെ തിരിച്ചു വരണം എന്ന് വിചാരിച്ചു വീണ്ടും നമ്മൾ അതിൻ്റെ വേറൊരു ചേട്ടനുണ്ട്, കുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ കയറി കുറേ നേരം ഇരുന്നിട്ടാണ് വന്നേ. നമ്മൾ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് 12-12:30 പിന്നെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്ത സാധനമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഷടപടേന്നാക്കി. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. 2:15-2:30 ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വിളമ്പുവാണ്. അവൻ്റെ ഇലയിൽ ഞാൻ വിളമ്പും, എൻ്റെ ഇലയിൽ അവൻ വിളമ്പും. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചോറിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഷടപടേന്നാക്കിയോ കേട്ടോ എല്ലാം. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ എല്ലാ കറിയും വെച്ച് നമ്മളെ 2ാമത്തെ ഓണസദ്യ ഒന്നിച്ച് കഴിച്ചു. അപ്പം അത്രയുള്ളൂ, ബൈ.